ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മത്തി മുളകിട്ടത് തയ്യാറാക്കിയാലോ. തൃശ്ശൂരൊക്കെ മത്തിക്ക് ചാള എന്നാണ് കേട്ടോ പറയുക. ഇപ്പോൾ ചാളയ്ക്കൊക്കെ പലിഞ്ഞൻ അഥവാ മുട്ടയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചാളയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മത്തി അഥവാ ചാള മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ 500 ഗ്രാം മത്തി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ മീനിനും പലിഞ്ഞൻ അല്ലെങ്കിൽ മുട്ടയുണ്ട് കേട്ടോ. ഈ മുട്ട ഇതൊന്നും അടർത്തിയെടുക്കുന്നില്ല, മുട്ടയോട് കൂടിയിട്ടാണ് കറി വയ്ക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. നമ്മൾ പുളി നേരിട്ട് കറിയിലേക്ക് ചേർക്കുന്നില്ല. ഒരു 2 കപ്പ് വെള്ളത്തിൽ പുളി നന്നായി തിളപ്പിച്ച് 1 കപ്പ് ആക്കിയതിന് ശേഷം ആ പുളിവെള്ളമാണ് കേട്ടോ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കരിവേപ്പില ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പൊടികളുടെ അളവൊക്കെ ചേർക്കുന്ന സമയത്ത് പറയാട്ടോ. ഇപ്പോൾ കുടംപുളി നന്നായി കഴുകിയതിന് ശേഷം 2 കപ്പ് വെള്ളത്തിൽ തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പകുതിയാക്കണം. കുടംപുളിയുടെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഇനി കറിക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് നനച്ച് വെക്കാം. നേരിട്ട് പൊടികൾ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നനച്ച് വെച്ചിട്ട് ചേർക്കുമ്പോൾ കരിഞ്ഞു പോവില്ല. ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ കുഴച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിലോട്ട് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചട്ടിയുടെ ചുറ്റും വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടി പോകണ്ട. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ആ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കത്തക്ക വണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ മീനിൽ പിടിച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം നല്ല പാകമാണ്, കറക്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. ഇത് തയ്യാറാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. 2-3 ദിവസം വരെ കേടുകൂടാതിരിക്കും. നമ്മളിതിൽ ഉള്ളി തക്കാളി ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കേടാകുന്ന പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുതേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.